ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണനീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരിശുശ്രൂഷകാലത്ത് ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാനും കാരണമായി തീരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന്, നാം അത് മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് നാം ഇന്ന് ചിന്തിക്കുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. കനാൻകാരി സ്ത്രീയുടെ മകൾക്ക് യേശു നൽകുന്ന സൗഖ്യത്തെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് എങ്കിൽ പോലും അത് നാം നമ്മുടെ ജീവിതമായിട്ട് വ്യക്തിപരമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. കർത്താവ് അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു താൻ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ചിലരുടെ വിശ്വാസം യേശുവിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു വാങ്ങുവാൻ കാരണമായി തീരുന്നതായിട്ട് നമുക്ക് യേശു ചെയ്ത ചില അത്ഭുതങ്ങൾ ചിന്തിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അതുപോലൊരു അത്ഭുതമാണ് കനാൻകാരി സ്ത്രീയുടെ മകൾക്ക് യേശു നൽകുന്ന സൗഖ്യം. ഇവിടെ കർത്താവായ യേശുക്രിസ്തു സോർ, സീദോൻ എന്നീ പ്രദേശത്തൂടെ നടന്നു പോകുമ്പോൾ കനാൻകാരിയായ വിജാതീയ സ്ത്രീയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ നടന്ന് യേശുവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. അതിൻ്റെ 22-ാമത്തെ വചനം, കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ആ ദേശത്ത് ഒരു കനാൻകാരി സ്ത്രീ വന്നു, അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇവൾ വന്നിരിക്കുന്ന തൻ്റെ മകൾ ഭൂതോപദ്രവം ബാധിച്ചിരിക്കുക. അവളുടെ ആ നിലവിളിയിൽ തന്നെ അവളുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ മകൾ അനേക നാളുകളായി അനുഭവിക്കുന്ന ഭൂതോപദ്രവം, പൈശാചികമായ ഉപദ്രവത്തിൽ വേദനപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ മുന്നിൽ നിലവിളിക്കുക. ഇന്ന് പലപ്പോഴും മക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്ന മാതാപിതാക്കളെ കാണുവാൻ വിരളമാണ്. ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു. മക്കൾക്ക് വേണ്ടി അവർ എന്തെല്ലാം നേടാൻ സാധിക്കും അതെല്ലാം നേടുന്നു. പല മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഇന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ മക്കൾ മൂലം കണ്ണുനീര് കുടിക്കുന്നതായിട്ടാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി അല്ല മാതാപിതാക്കൾ ജീവിക്കേണ്ടത്. നമ്മെ സൃഷ്ടിച്ച് ഈ ജീവിതത്തിൽ ഇതുവരെ നൽകിയ നന്മകളും അനുഗ്രഹങ്ങളും നൽകിയ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. നമുക്ക് വേണ്ടി സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി നമുക്ക് വേണ്ടി മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവമായ യേശുവിന് വേണ്ടി ജീവിക്കണം. അല്ലാതെ മക്കൾക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മക്കൾ മൂലം കണ്ണുനീര് അനുഭവിക്കും. ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരയാൻ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകണം. മക്കളുടെ വഴിവിട്ട ജീവിതവും മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതെ അവർ മാതാപിതാക്കൾക്കെതിരായി ജീവിക്കുമ്പോഴാണ് പല മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി കരയുന്നത്. ഒരുപക്ഷെ മക്കളുടെ ജീവിതത്തിലെ തകർന്ന അവസ്ഥയെ കണ്ടുകൊണ്ട് കരയുന്ന മാതാപിതാക്കളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ മക്കൾക്ക് വേണ്ടി കരഞ്ഞാൽ മക്കൾ മൂലം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ദൈവം നിങ്ങൾക്ക് നൽകും. ഇന്ന് നാശത്തിൻ്റെ പടുകുഴിയിലായി കഴിയുമ്പോൾ മക്കൾക്ക് വേണ്ടി കരഞ്ഞിട്ടൊരു കാര്യമില്ല. എങ്കിലും ദൈവത്തിന് കരുണ തോന്നാം. എന്നാൽ ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ പല മാതാപിതാക്കളും മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ ഓർത്ത്, വേദനകൾ ഓർത്ത്, ദുരിതങ്ങൾ ഓർത്ത് കരയുന്നവരാണ്. ഇവിടെ ഈ മകൾ യേശുവിൻ്റെ മുന്നിൽ കരയുന്നത് തൻ്റെ മകളിൽ ഉണ്ടായ ഭൂത ഉപദ്രവം കൊണ്ടാണ്. പൈശാചിക ഉപദ്രവം സഹിക്കുക കഴിയാൻ അവൾ പറയുന്ന വാക്കുകളിൽ തന്നെ ഇതുണ്ട്. കർത്താവിൻ്റെ വചനം പറയുകയാണ്: എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. അതിൻ്റെ മൂർധന്യ അവസ്ഥയിലാണ് ഇവൾ യേശുവിൻ്റെ അരികിൽ വരുന്നത്. ഇവൾ യേശുവിൻ്റെ അരികിൽ വരുമ്പോൾ ഇവൾക്ക് അറിയാം, ഇവളുടെ കണ്ണുനീരും നിലവിളിയും കാണുമ്പോൾ അറിയാം ഇവൾക്കത് സൗഖ്യം ആവശ്യമാണ്. ഇവളുടെ മകൾക്ക് സൗഖ്യം ആവശ്യമാണ്. കാരണം മറ്റൊരു വഴിയില്ല. എല്ലാ വാതിലും അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു. ഇനി ഒരേ ഒരു വഴി കർത്താവായ യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ ഈ വിജാതീയ സ്ത്രീ അവൾ
ഒരു വിജാതീയ സ്ത്രീയാണ്, അവൾ കനാന്യ സ്ത്രീയാണ്, എങ്കിലും അവൾക്ക് യേശുവിലുള്ള വിശ്വാസമാണ് അവളുടെ കണ്ണുനീരിൻ്റെ കാരണം. ഇന്ന് പലപ്പോഴും വിശ്വാസികളെന്ന് പറയുന്നവർ പോലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ, യേശുവിനെ ആശ്രയിക്കാതെ, ലോകത്തിൽ മന്ത്രവാദികളെയും കൂടോത്രക്കാരെയും സമീപിച്ച് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു വിജാതീയ സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ വന്നിരിക്കുക. നമ്മൾ തിരിച്ചൊരു സത്യമുണ്ട്, ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ആ ഒരു ബോധ്യമായിരിക്കാം ഈ കനാൻകാരി സ്ത്രീ, വിജാതീയ സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ വന്ന് യേശുവിനോട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കാരണമായത്. ഇവൾ ഇത്രമാത്രം നിലവിളിച്ച് കരഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടും യേശു ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. അടുത്ത വാക്യത്തിൽ പറയുന്ന വചനം ഇതാണ്: അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഇവൾ നിലവിളിച്ച് കരയുമ്പോഴും ഒരു മറുപടി പോലും യേശു അവളോട് പറയുന്നില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്നിട്ട്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ട് വരുന്നു, അവൾ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ അവൾക്ക് വേണ്ടി യേശുവിൻ്റെ മുന്നിൽ പക്ഷപാതം ചെയ്യുക. നമുക്കറിയാം, പല സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് മറ്റുള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഒരുപക്ഷെ അവർ ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയെങ്കിലും അവിടെ ആത്മാവ് ദൈവസന്നതിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ന് വിശുദ്ധന്മാരുടെ മധ്യസ്ഥത ആവശ്യമില്ല എന്ന് പലരും പറയുന്നുണ്ട്. എങ്കിൽ തിരിച്ചറിയുക, അവർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തിയാണ് മരണത്തിന് ശേഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാരുടെ മധ്യസ്ഥത ഇവിടെ യേശുവിൻ്റെ സംസാരിക്കാൻ, യേശു പ്രതികരിക്കാൻ കാരണമായി തീരുകയാണ്. യേശു ഉത്തരമായിട്ട് അതിന് മറുപടിയായിട്ട് പറയുന്ന വാക്യമുണ്ട്. യേശു പറയുന്ന മറുപടി ഇതാണ്: അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറയുക. ഇതുവരെയും മിണ്ടാതിരുന്ന, ഇവൾ ഇത്രമാത്രം കരഞ്ഞ് നിലവിളിച്ചിട്ടും ഉത്തരം പറയാതിരുന്ന യേശു ശിഷ്യന്മാരുടെ അപേക്ഷപ്രകാരം മറുപടി നൽകുകയാണ്. എന്താണ് യേശു നൽകുന്ന മറുപടി? ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അതായത് യേശു പറയുന്നതിന് ഉത്തരം ഇതാണ്: ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ മക്കളെ തേടിയാണ്. എൻ്റെ കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ മക്കളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇസ്രായേൽ ഗൃഹം എന്ന് പറയുന്നത് ദൈവജനം, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് ഇസ്രായേൽ ഗൃഹം. അതായത് ഇസ്രായേൽ ഗൃഹം എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം ഭവനമാണ്. തൻ്റെ ഭവനത്തിലെ കാണാതെ പോയ ആടുകൾ, അതായത് തൻ്റെ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശുക്രിസ്തു പറയുക. അതായത് ഇപ്പോൾ നിലവിളിക്കുന്നത് ആരാണ്? ഒരു വിജാതീയ സ്ത്രീയാണ്, ഒരു കനാൻകാരി സ്ത്രീയാണ്. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ എൻ്റെ മക്കളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഈ കനാൻകാരി സ്ത്രീ അത് കേട്ടിട്ടും അവൾ ഉറക്കെ നിലവിളിക്കുക. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നതാണ്: എന്നാൽ അവൾ വന്ന്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഇത്രയും നേരം അവൾ നിലവിളിച്ച് യേശുവിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. ഇപ്പോൾ അതിന് ഒരു പടി കൂടി യേശുവിൻ്റെ അരികിൽ വന്ന് യേശുവിൻ്റെ മുമ്പാകെ കമിഴ്ന്ന് വീണ് അവനെ നമസ്കരിച്ചു. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഇവനിൽ ആശ്രയം വയ്ക്കുകയാണ്. വേറൊരു ആശ്രയമില്ല, വേറൊരു മാർഗമില്ല. ഇവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കാൻ ഒരേ ഒരു മാർഗം യേശുവാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. യേശുവിനല്ലാതെ എൻ്റെ മകൾക്ക് സൗഖ്യം നൽകാൻ ഈ ലോകത്തിൽ ആർക്കും, ഒരു വൈദ്യശാസ്ത്രത്തിനോ ഒരു മരുന്നിനോ സൗഖ്യം നൽകാൻ സാധിക്കുകയില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ യേശുവിൻ്റെ മുമ്പാകെ വന്ന് കമിഴ്ന്ന് വീണ് അവിടെ നമസ്കരിക്കുകയാണ്. അപ്പോൾ യേശുവിന് മറുപടി നൽകാനെത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യേശു പറയുകയാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒന്നല്ല. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ മക്കളെ തേടി വന്നിരിക്കുന്നത്. മക്കൾക്ക് കൊടുക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്ന അനുഗ്രഹം, മക്കൾക്ക് കൊടുക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്ന സൗഖ്യം വിജാതിയർക്ക്, തൻ്റെ മക്കളല്ലാത്തവർക്ക് ഇട്ടുകൊടുക്കുന്നത് നല്ലതല്ല എന്ന് യേശു തൻ്റെ വചനത്തിലൂടെ അരുളി ചെയ്യുക. ഈ ഉത്തരം കേട്ടപ്പോൾ ഈ കനാൻകാരി സ്ത്രീക്ക് മനസ്സിലായി. അവൾ മറുപടി നൽകുന്നത് ഇതാണ്. അതിനവൾ, അതേ കർത്താവേ,
നായ്ക്കുട്ടികളും ഉടയവന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുങ്ങുകൾ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഈ യേശു പറഞ്ഞതിന് മറുപടിയായിട്ട് ഇവൾ പറയുകയാണ്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഈ മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുങ്ങുകൾ കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ. ഈ കനങ്കാരി സ്ത്രീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? അവൾ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവൾ മറുപടി പറയുകയാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ മക്കളെ തേടിയാണ് വന്നിരിക്കുന്നത്. മക്കൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന അപ്പക്കഷ്ണം അനുഗ്രഹം മറ്റു വിജാതിയർക്ക് ഇട്ടുകൊടുക്കുന്ന നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കനങ്കാരി സ്ത്രീ പറയും, കർത്താവേ, നിൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തോ? ആ മക്കൾക്ക് കൊടുത്തിട്ട് അവർ വേണ്ടാതെ വലിച്ചെറിയുന്ന അനുഗ്രഹമുണ്ടല്ലോ, അത് മതി ഞങ്ങൾക്ക് എന്ന് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ വിശ്വാസം കണ്ടിട്ട് യേശു പറയാണ്, മകളെ, നിൻ്റെ വിശ്വാസം വലിയത് എന്ന് പറയുകയാണ്. ഇവിടെ വിശ്വാസം വലുത് എന്ന് യേശു പറയാൻ കാരണം എന്താ? അവൾ പറഞ്ഞു, കർത്താവേ, നിൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ നീ കൊടുത്തോ? അവൾക്ക് വേണ്ടാതെ വലിച്ചെറിയുന്ന, നിൻ്റെ മക്കൾ വേണ്ടാതെ വലിച്ചെറിയുന്ന അനുഗ്രഹം ഉണ്ടല്ലോ, അത് മതി എനിക്ക്. ഈ നായ്ക്കുട്ടിക്ക് അത് മതി. ഇവിടെ നാം ഒരു സത്യം തിരിച്ചറിയണം. ഇവിടെ വിശ്വാസം വലിയതെന്ന് യേശു പറയാൻ കാരണം, ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന, ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്ന അനേകം പേര്, ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശം പറയുന്ന അനേകം പേര് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ദൈവം ദാനമായി നൽകുമ്പോൾ അത് സ്വീകരിക്കാതെ ലോകത്തിൻ്റെ പിന്നാലെ, വൈദ്യശാസ്ത്രത്തിൻ്റെ പിന്നാലെ, ഡോക്ടർമാരുടെ പിന്നാലെ, മരുന്നിൻ്റെ പിന്നാലെ ഇന്ന് മനുഷ്യൻ ലോകത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുക. ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം എന്നറിയപ്പെടുന്ന ദൈവ മക്കളെന്നറിയപ്പെടുന്ന അനേകം പേർക്ക് ഇന്ന് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ വേണ്ട. ഇന്നത് വലിച്ചെറിയുക, ഇന്നത് നായ്ക്കുട്ടികൾക്ക് വലിച്ചെറിയുക. ഇന്ന് അവർക്ക് വേണ്ടാത്ത അനുഗ്രഹം, അവർക്ക് വേണ്ടാതെ അവർ വലിച്ചെറിയുന്ന, അവരുടെ മേശയിൽ നിന്ന് വീണ് കിട്ടുന്ന അനുഗ്രഹം കൊണ്ട് ജീവിക്കുന്ന എത്രയോ വിജാതീയരാണ്. ഇന്ന് നാം ഈ സത്യം തിരിച്ചറിയണം. ഈ സത്യം തിരിച്ചറിയാതെ എത്രയോ ദൈവത്തിൻ്റെ സ്വന്തം ജനം ഇന്ന് ദാരിദ്ര്യവും ദുഃഖവും വേദനയും കണ്ണുനീരും അനുഭവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലെ സകല മഹത്വം ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാര ബലിയായി ക്രൂശിൽ കിടന്ന് ഈ രക്തത്തിൽ കുളിച്ച് വേദനയോടെ പിടഞ്ഞ് മരിച്ചു. ആർക്കു വേണ്ടിയാ? തൻ്റെ നഷ്ടപ്പെട്ടു പോയ പാപിയായ തൻ്റെ മക്കൾക്ക് വേണ്ടി പരിഹാര ബലിയായിത്തീരുന്നു. ഈ സത്യം മക്കൾ തിരിച്ചറിയാതെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ വലിച്ചെറിയുമ്പോൾ ഇന്ന് ഈ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കുന്ന എത്രയോ വിജാതീയരാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ന് പലപ്പോഴും ദൈവം തൻ്റെ മക്കൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ മക്കൾക്ക് വേണ്ട. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന, ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്നറിയപ്പെടുന്ന അനേകം മക്കൾ ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാതെ ഇന്ന് ദാരിദ്ര്യം, ദുഃഖവും വേദന അനുഭവിക്കുമ്പോൾ അനേകം വിജാതീയരെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങി അനുഗ്രഹം പ്രാപിക്കുക. അതായത് ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് അവകാശപ്പെടുന്ന അനേകം മക്കൾ ഇന്ന് സൗഖ്യവും സന്തോഷവും സമാധാനവും അനുഭവിക്കാതെ രോഗികളായി ജീവിക്കുമ്പോൾ അനേകം അക്രൈസ്തവർ, അനേകം വിജാതീയർ ഇന്ന് സൗഖ്യവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കുക. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന ദൈവ മക്കളെന്നറിയപ്പെടുന്ന അനേകം പേര് ഒരു കുഞ്ഞിന് വേണ്ടി ഡോക്ടർമാരുടെ വൈദ്യശാസ്ത്ര പിന്നാലെ ഓടുമ്പോൾ ഇന്ന് അനേകം വിജാതീയർ ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തു മുഖാന്തരം ഉദരഫലം ദാനമായി സമ്മാനമായി സ്വന്തമാക്കിയ അനേകം ദൈവത്തിൻ്റെ മക്കൾ ദൈവം നൽകുന്ന അനുഗ്രഹം സ്വന്തമാക്കാൻ കഴിയാതെ ഇന്ന് സ്വന്തമായിട്ടൊരു ഭവനമില്ലാതെ, ഒരു ജോലിയില്ലാതെ ഇന്ന് ലോകത്തിൻ്റെ പിന്നാലെ ആശ്രയമായിട്ട് നീങ്ങുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തു മുഖാന്തരം എത്രയോ വിജാതീയര കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സ്വന്തമായി ഭവനം ലഭിച്ച്, ജോലി ലഭിച്ച് സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഭവിക്കുന്നത്. ഇതാ യേശു പറയുകയാണ്, ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ എൻ്റെ മക്കളെ തേടി ഞാൻ വന്നിരിക്കുന്നത്.
അവർക്ക് കൊണ്ടുവന്നിരിക്കുന്ന അനുഗ്രഹം ഞാൻ മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വിജാതീയ സ്ത്രീ പറയുകയാണ്, കർത്താവേ, നീ നിന്റെ മക്കൾക്ക് കൊടുക്കാനൊക്കെ കൊടുത്തോ. അവർക്ക് കൊടുത്തിട്ട് അവർ വേണ്ടാതെ വലിച്ചെറിയുന്ന, അവർക്ക് ആവശ്യമില്ലാതെ, അവർ അനുഭവിക്കാതെ, അവർക്ക് വേണ്ടാതെ അവർ ഉപേക്ഷിക്കുന്ന അനുഗ്രഹം മതി എനിക്ക്. മക്കളുടെ മേശയിൽ നിന്ന് വീണ് കിട്ടുന്ന അപ്പം കഷ്ണം കൊണ്ട് ജീവിക്കുന്ന നായ്ക്കുട്ടികൾ ഉണ്ടല്ലോ, അത് മതി. ഈ മകളുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം വലിയത്. യേശു പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചു. ഈ സ്ത്രീയുടെ വിശ്വാസം അവളുടെ മകളുടെ സൗഖ്യത്തിന് കാരണമായി. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ മറ്റനേക വ്യക്തികളുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തോട് അപേക്ഷിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ തിരിച്ചറിയുക, നമ്മുടെ വിശ്വാസത്തെ പ്രതിയാണ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ കുടുംബത്തിലുള്ളവരെ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് ദൈവം നമ്മുടെ മക്കളെ, തലമുറയെ അനുഗ്രഹിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം എത്ര വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് നമ്മുടെ ഹൃദയത്തെ, വിശ്വാസത്തെ പരിശോധിക്കുക നല്ലതാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ 1 കൊരിന്ത്യർ 13 അതിൻ്റെ 5 വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു. 1 കൊരിന്ത്യർ 13 5 വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല, നിങ്ങൾ നല്ലവരാണ് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വിശ്വാസത്തെ പരിശോധിച്ചിട്ടാണ് സ്വർഗത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇവൾക്ക് എന്താണ്, ഇവളുടെ ആവശ്യം എന്താണെന്നും ഇവളുടെ മകൾ കഠിനമായ ഭൂതോപദ്രവത്തിലാണെന്നും യേശുവിന് അറിയാം. അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ സർവജ്ഞാനിയാണ്. ഇവൾ അപേക്ഷിക്കുന്ന എന്താണ്, ചോദിക്കുന്നതാണ് അവന് വ്യക്തമായിട്ടറിയാം. പക്ഷെ എന്തുകൊണ്ട് ദൈവം ചോദിച്ചപ്പോൾ തന്നെ ഉത്തരം നൽകിയില്ല? അവൾ വളരെ വേദനയോടെ നിലവിളിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത്. എന്നിട്ടും യേശു ഉത്തരം നൽകിയില്ല. വീണ്ടും ഈ കനാൻകാരി സ്ത്രീ വന്ന് യേശുവിൻ്റെ മുമ്പാകെ വന്ന് കമിഴ്ന്ന് വീണ്, പരസ്യമായിട്ട് എല്ലാവരും കാണുകയെ യേശുവിൻ്റെ മുമ്പാകെ വന്ന് കമിഴ്ന്ന് വീണ് അവനെ നമസ്കരിച്ചു. എന്നിട്ടും അവൻ ഉത്തരം നൽകിയില്ല. വീണ്ടും, ഞാൻ എൻ്റെ മക്കളെ തേടിയാണ് വന്നിരിക്കുന്നത്, എൻ്റെ മക്കൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന അനുഗ്രഹം വിജാതിർക്ക് ഇട്ടുകൊടുക്കുന്ന നല്ലതല്ല എന്ന് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നിട്ടും അവൾ യേശുവിൻ്റെ പിന്നാലെ നിന്നും മാറിപ്പോയില്ല. അവളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി യേശു പരിശോധിക്കുകയായിരുന്നു ചെയ്തത്. ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ നമുക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ, നാം ചോദിക്കുന്ന ഉത്തരം ഉടനെ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ, ഇന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തി പിന്മാറിപ്പോകുന്നവരാണ് പലരും. എന്നാൽ എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടാത്തത്? നാം ചോദിക്കുന്നതിന് അപ്പോൾ തന്നെ മറുപടി കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുക. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കപ്പെടുമ്പോഴാണ് ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടാത്തത്, ചോദിക്കുന്നതിന് ഉടനെ മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം. ചില നിമിഷങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു മൗനമായി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ യേശുവിൻ്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട്, യേശുവിൻ്റെ പിന്നാലെ വളരെ വേദനയോടെ നിലവിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ യേശു മിണ്ടുന്നില്ല. ശിഷ്യന്മാർ ചോദിക്കുമ്പോഴും ചോദിക്കുന്നതിനല്ല ഉത്തരം പറയുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ ദൈവം മൗനമായി നിൽക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട്. ദൈവമേ, നിനക്ക് കണ്ണില്ലേ, നിനക്ക് കാതില്ലേ, നീ എന്തുകൊണ്ട് എൻ്റെ കണ്ണുനീര് കാണുന്നില്ല, എന്തുകൊണ്ട് നിലവിളി കേൾക്കുന്നില്ല? ദൈവത്തിന് കണ്ണില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിന് കാതില്ലാത്തത് കൊണ്ടല്ല, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം ഉത്തരം നൽകാത്തതിൻ്റെ കാരണം, മറുപടി പറയാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാൻ വേണ്ടി ദൈവം മൗനമായി നിൽക്കുക, ദൈവം കാത്തു നിൽക്കുക. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ദൈവത്തിന് പിന്മാറിപ്പോവുകയല്ല വേണ്ടത്, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക. നിൻ്റെ വിശ്വാസത്തെ തീരുന്നവരെ നീ ദൈവത്തെ പിന്മാറാതിരിക്കുക. ഇവിടെ കനാൻകാരി സ്ത്രീയുടെ, വിജാതി സ്ത്രീയുടെ അവളുടെ പ്രവൃത്തി നമ്മൾ പരിശോധിക്കുമ്പോൾ അവൾ യേശു എത്രമാത്രം അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചോ, അവളെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചോ, അത്രമാത്രം അവൾ യേശുവിനോട് അടുക്കുകയാണ് ചെയ്തത്. യേശുവിൻ്റെ പിന്നാലെ, അവളുടെ ആവശ്യത്തെ പ്രതി യേശുവിൻ്റെ പിന്നാലെ അവൾ നടക്കുകയാണ് ചെയ്തത്.
അവൾക്ക് ഉത്തരം കിട്ടുന്നവരെ, അവളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവരെ അവൾ യേശുവിൻ്റെ പിന്നാലെ യാത്രയായി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം കണ്ടുപഠിക്കേണ്ട ഒന്നാണ്, ഈ കനാൻകാരി ജീവിതത്തിലൂടെ നാം കണ്ടുപഠിക്കേണ്ട ഒന്നാണ്, അവൾക്ക് ഉത്തരം കിട്ടുന്നത് വരെ, അവളുടെ ആവശ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നവരെ, അവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നത് വരെ അവൾ യേശുവിൻ്റെ പിന്നാലെ യാത്രയായി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഏതൊരു നിയോഗത്തെ പ്രതിയാണോ, ആവശ്യത്തെ പ്രതിയാണോ യേശുവിൻ്റെ പിന്നാലെ യാത്രയാകുന്നത്, നീ ആരുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ പാപിയായിരിക്കാം, ദൈവത്തിൻ്റെ മകളെന്ന് അവകാശം പറയാൻ യോഗ്യതയില്ലാതിരിക്കാം, ഒരുപക്ഷെ വിജാതീയ സ്ത്രീ ആയിരിക്കാം, നീ പക്ഷെ കനാൻകാരി സ്ത്രീയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം, എങ്കിലും നിന്റെ ആവശ്യത്തിന് മതിയായവനായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് വിശ്വസിച്ച് അവൻ്റെ പിന്നാലെ അടിപതറാതെ അവൻ്റെ പിന്നാലെ നടക്കുന്നുവെങ്കിൽ, വിശ്വാസത്തിൽ ശോധന ചെയ്യുമ്പോൾ തകർന്നു പോകാതെ യേശുവിൻ്റെ പിന്നാലെ യാത്രയാകുന്നുവെങ്കിൽ, നിന്റെ വിശ്വാസത്തെ പരിശോധിച്ച് നിനക്ക് ജയം നൽകുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്ന് പലപ്പോഴും വിശ്വാസത്തെ പരിശോധിക്കുമ്പോൾ പലരും പതറിപ്പോകുക, വീണു പോകുക, പലപ്പോഴും ജീവിതത്തിൽ പരാജയം അനുഭവിക്കുക, ഒരുപക്ഷെ ജീവിതത്തിൽ നിരാശ അനുഭവിക്കുക, ഒരുപക്ഷെ പലപ്പോഴും രോഗത്തിൻ്റെ മധ്യത്തിൽ, കഷ്ടത്തിൻ്റെ മധ്യത്തിൽ, കടബാധയുടെ മധ്യത്തിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ പലപ്പോഴും ദൈവത്തോട് പിറുപിറുക്കുന്ന, ദൈവത്തോട് മത്സരിക്കുന്ന മനോഭാവത്തോടെ പിന്മാറിപ്പോകുന്ന പലരെയും കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട്, നിന്റെ ആവശ്യം എത്ര വലുതാണോ അത്രമാത്രം യേശുവിനെ നീ പിന്നാലെ പിന്തുടരും. നിന്റെ ആവശ്യം എത്ര വലുതാണോ അത്രമാത്രം വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത നീ കാണിക്കും. പലപ്പോഴും നമ്മുടെ ആവശ്യം എത്ര വലുതാണോ, വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത എത്ര വലുതാണോ അതനുസരിച്ചായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ അവസാനം വരെ നിൽക്കാനുള്ള ആ കഴിവ്, ആ പ്രാപ്തി പ്രാപിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കനാൻകാരിയുടെ ജീവിതത്തിൽ അവൾ എത്രമാത്രം ആഗ്രഹത്തോടെ, ആവേശത്തോടെ, തൻ്റെ ആവശ്യത്തിൻ്റെ മേൽ യേശു അത്ഭുതം പ്രവർത്തിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ യേശുവിൻ്റെ പിന്നാലെ യാത്രയായോ, അതവളുടെ ജീവിതത്തിൽ സാധ്യമായെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്ന് കേട്ട വചനപ്രകാരം മടുത്തു പോകാതെ, നിരാശപ്പെടാതെ, പിന്മാറിപ്പോകാതെ, എൻ്റെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നത് വരെ ഞാൻ അവൻ്റെ പിന്നാലെ യാത്രയാകും. എൻ്റെ വിശ്വാസത്തിൽ പതർച്ച വരാം, ഒരുപക്ഷെ പരിശോധന വരാം, ശോധന ചെയ്യാം, എങ്കിലും അവിടെയെല്ലാം തീർന്നു പോകാതെ, തകർന്നു പോകാതെ എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നവരെ ഞാൻ അവൻ്റെ പിന്നാലെ യാത്രയാകും. എൻ്റെ വിശ്വാസത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ ആ വിശ്വാസത്തിൽ ഞാൻ തീക്ഷ്ണതയോടെ മുന്നേറും. പരാജയപ്പെട്ടെടുത്ത് പോകണമെന്നിടത്ത് കർത്താവിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഓരോ വ്യക്തിപരമായ ജീവിതവും വിശ്വാസ ശോധന നിറഞ്ഞതാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം വിശ്വാസത്തിൽ ശോധന ചെയ്യപ്പെട്ടവരാണ്. അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കഷ്ടത വരുമ്പോൾ, രോഗം വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോൾ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും യേശുവിൻ്റെ സ്നേഹത്തിന് അവരെ വേർപിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല. പരിശുദ്ധനായ പൗലോസ് പറഞ്ഞു, പട്ടിണിയോ കഷ്ടതയോ വാളോ എന്തു വന്നാലും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിന് വേർപിരിക്കാൻ ഈ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. ഈ ഒരു മനോഭാവത്തോടെ നമ്മുടെ ജീവിതത്തിൽ നാം യേശുവിനെ പിൻചെന്ന് യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനുള്ള ആ വലിയ ദാഹത്തോടെ, കൊതിയോടെ യേശുവിൻ്റെ പിന്നാലെ യാത്രയാകുന്നുവെങ്കിൽ അവിടെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഗ്രഹം പ്രാപിക്കാൻ, വിജയം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. കനാൻകാരിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ യോഗ്യതയില്ലാതിരിക്കെ അവളുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയാൽ അവൾ അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ, അവളുടെ മകളുടെ ഭൂതോപദ്രവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ അവൾക്ക് സാധിച്ചുവെങ്കിൽ, നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ആ തീക്ഷ്ണതയോടെ യേശുവിൻ്റെ പിന്നാലെ നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ, ആ വിശ്വാസ തീക്ഷ്ണതയോടെ നാം ദൈവസ്ഥൻ നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ തികവിൽ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാൽ ദൈവത്തിന് അനുഗ്രഹം പിടിച്ചു വാങ്ങുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ച വലിയ അത്ഭുത പ്രവൃത്തിക്കായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന്
അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ മതിയായ ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കനാൻകാരുടെ ജീവിതത്തിൽ അവൾ കർത്താവെ നിന്നെ കണ്ടുകൊണ്ട് ഉറക്കെ നിലവിളിച്ചിട്ടും നീ മൗനമായി നിന്നു. കർത്താവ് നിന്റെ സന്നദ്ധയിൽ കമിഴ്ന്നു വീണ് നമസ്കരിച്ചിട്ടും നീ മൗനമായി നിന്നു. അവളുടെ വിശ്വാസത്തെ പരിശോധിച്ച് അവളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ നീ കാണിച്ച മനോഭാവം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് നിന്റെ സ്വരം കേൾക്കാൻ കഴിയാതെ, കർത്താവെ നിന്റെ സ്വരം കേൾക്കാൻ കഴിയാതെ ഞങ്ങൾ പലപ്പോഴും കർത്താവ് നിരാശയോടെ ഞങ്ങളുടെ വിശ്വാസത്തിൽ പരിശോധന ഞങ്ങൾ വീണുപോയിട്ടുള്ളവരാണ്. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസ ശോധനയിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളവരാണ്. കർത്താവ്, എന്നാലും ഞങ്ങൾ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് കർത്താവെ നിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ശോധനയിൽ ഞങ്ങൾ വീണു പോകാതെ വിശ്വാസ ശോധനയിൽ ഞങ്ങൾ ജയം പ്രാപിക്കാൻ തക്കവണ്ണം നിന്റെ കൃപ ഞങ്ങൾക്ക് അധികമായി ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയെടുത്ത് വീണു പോയെടുത്ത് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറയ്ക്കും അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വിശ്വാസത്തിൽ തീക്ഷണ നൽകി വിശ്വാസത്തെ ശക്തിപ്പെടുത്തി വിശ്വാസത്തിൽ ജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കനാൻകാരുടെ ജീവിതത്തിൽ അവളുടെ വിശ്വാസം വലുതെന്ന് കണ്ട് അവളുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ചവനായ കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ ശോധന ചെയ്യുമ്പോൾ ഞങ്ങൾ പതറിപ്പോകാതെ വീണു പോകാതെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ ജയം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ, വിശ്വാസ ശോധനയിൽ വിജയം പ്രാപിച്ച സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. Devo